ഓ പാവനാത്മാവേ, അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 35:4 ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. ബലി അർപ്പിക്കുന്നവരാണ് നമ്മൾ. ആത്മാഭിഷേക നിറവിൽ തമ്പുരാൻ നൽകിയ ദാനങ്ങളെ ഓർത്ത് എനിക്ക് പറ്റിയ പിഴവുകൾക്ക് മാപ്പപേക്ഷിച്ച് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്നുള്ള മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉറപ്പിന്മേൽ നാം ബലി അർപ്പിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മുൻപിൽ ഒന്നുമില്ലാത്തതിനാൽ കൈനീട്ടി വരുന്നവനെ, ഒന്നുമില്ലാത്തവനുണ്ടെന്ന് അറിഞ്ഞ് അവൻ്റെ അരികിൽ ചെന്ന് ഞാൻ അവന് വേണ്ടത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബലിയുടെ സ്വഭാവം മാറുകയാണ്. എനിക്ക് കിട്ടണമേ, എനിക്ക് നൽകണമേ, എൻ്റെ പാപങ്ങളെന്നോട് പൊറുക്കണമേ, എനിക്ക് പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ നിരാശപ്പെടുത്തുന്ന, എന്നെ കളങ്കപ്പെടുത്തുന്ന, എനിക്ക് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും വാരി വിതറുന്ന സാഹചര്യങ്ങൾ ഞാൻ കടന്നു പോകുമ്പോൾ ശക്തിക്കായിട്ട് യാചിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭിക്ഷുവിന് അവൻ്റെ കുറവിനെ ഞാൻ അറിഞ്ഞ് നികത്താനായി എനിക്കുള്ളതിൽ നിന്ന് പങ്കുവെക്കുമ്പോൾ എൻ്റെ ബലി താങ്ക്സ് ഗിവിങ്, എവുക്കരിസ്തെയിൻ എന്ന് പറയുന്ന ആ കൃതജ്ഞതയുടെ ഭാവം താനേ കൈക്കൊള്ളുകയാണ്. ആകയാൽ ഉള്ളത് പങ്കുവെച്ചു കൊടുക്കുവാൻ എവിടെയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി, യോഗ്യതയുള്ളവൻ എന്ന് ഓടിച്ചെന്ന് കണ്ടെത്തി കൊടുക്കാൻ ബാധ്യസ്ഥതയുണ്ട്. കാരണം എൻ്റെ എല്ലാ ബലികളും കൃതജ്ഞതാ ബലിയായി മാറട്ടെ. അസ്തിത്വം മുതൽ മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത് തന്നത് ധ്യാനിച്ചാൽ എനിക്ക് ലഭിച്ചതല്ലാതെ മറ്റെന്തുണ്ട്? അതുകൊണ്ട് ഭിക്ഷുവിനും അർഹതപ്പെട്ടവനും ഉള്ളത് പങ്കുവയ്ക്കുന്ന എൻ്റെ മനോഭാവം തന്നെ ബലിക്ക് അനുയോജ്യമാണ്. നൽകുന്നത് കൃതജ്ഞത ബലിയെന്ന് ഓർത്തിരിക്കുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.